ഭീകരാക്രമണ കേസുകളിൽ പഞ്ചാബിലും ഹരിയാനയിലും NIA റെയ്ഡ് 9 ജില്ലകളിലായി 18 സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത്. പാക് ഭീകരവാദി ഷഹസാദ് ഭട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലാണ് ഈ നിർണായകമായ പരിശോധനകൾ. കൂടുതൽ പ്രധാനമായും ശേഖരിക്കുക ഡിജിറ്റൽ രേഖകൾ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ചില നിർണായകമായ തെളിവുകൾ ലഭിച്ചതായി NIA അറിയിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആദർശ് ചേർന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ആദർശ്, നിർണായകമായ പരിശോധന പൂർത്തിയാകുമ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട സൂചനകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്? വിഷ്ണു, ഈ പ്രധാനമായി NIAയുടെ ഭാഗത്തുനിന്നും ഈ റെയ്ഡ് നടന്നത് പാക് ഭീകരവാദികളുമായി ബന്ധപ്പെട്ട കേസിലാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷഹസാദ് ഭട്ടിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ NIAയുടെ ഭാഗത്ത് നിന്ന് അന്വേഷണം തുടരുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചാബിലും ഹരിയാനയിലും റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡുകളിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ NIAക്ക് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. NIA വൃത്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് ചില രേഖകൾ, ചില ഡിജിറ്റൽ തെളിവുകൾ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് NIA സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഹരിയാനയിൽ നടത്തിയ റെയ്ഡിൽ ഒരു ഹരിയാന യുവാവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. ഈ യുവാവ് നേരത്തെ NDPS കേസിൽ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തതായിരുന്നു. ആ വീട്ടിൽ NIAയുടെ ഭാഗത്തു നിന്ന് നടക്കുന്ന മൂന്നാമത്തെ പരിശോധനയാണ് ഇന്ന് നടന്നത്. എന്തായാലും ഇയാൾക്ക് ഭീകരവാദ സംഘടനകളുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ റെയ്ഡുകൾ നടത്തുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള തെളിവുകളോ മറ്റു വിവരങ്ങളോ ലഭിച്ചതായിട്ട് NIAയുടെ ഭാഗത്തു നിന്നും സ്ഥിരീകരണമില്ല. പക്ഷേ ഒരു യുവാവിൻ്റെ വീട്ടിൽ മൂന്നാമത്തെ പ്രാവശ്യം NIA സംഘം റെയ്ഡ് നടത്തുന്നു എന്നത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ NDPS കേസിൽ ഇയാൾ അറസ്റ്റിലാകുന്നു. ഇയാൾക്ക് അതിന് പിന്നാലെ തന്നെ പാക് ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരികയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. എന്തായാലും ഇതടക്കം ആണ് ഹരിയാനയിലും പഞ്ചാബിലും വിവിധയിടങ്ങളിൽ NIA പരിശോധന നടത്തിയത്. NIA സംഘത്തിന് ലഭിച്ചിരിക്കുന്ന ഈ ഡിജിറ്റൽ തെളിവുകൾ അത് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പാക് ഭീകരവാദികൾ ഈ പഞ്ചാബിലെ ഹരിയാനയിലുമുള്ള ചില യുവാക്കളുമായി നേരത്തെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. അവരെ ഭീകരവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനടക്കമുള്ള ചില നീക്കങ്ങൾ നടന്നിരുന്നു. അവരെ ഉപയോഗിച്ച് ഭാരതത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഭീകരാക്രമണം നടത്തുന്നതിന് പോലും പദ്ധതിയിട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് NIAയുടെ ഭാഗത്തു നിന്നും പരിശോധന നടന്നത്. ശരി, ആദർശാണ് വിവരങ്ങൾ നൽകിയത്.